കൃഷ്ണയെ നവീനോടൊപ്പം അയക്കുമ്പോ ഇനി ഗാഥാമ്മയുടെ അങ്ങോട്ട് ചെല്ലില്ല, സിത്താരമാമ അവരെ ബുദ്ധിമുട്ടിക്കില്ല എന്നൊക്കെയല്ലേ കൃഷ്ണയുടെ അമ്മയോട് പറഞ്ഞത്. തങ്കങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടപ്പോ ഞാനത് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷെ നവീനെ പിരിയാൻ എനിക്ക് ഗാഥമോളുടെ അടുത്ത് പറയാൻ പറ്റുമോ? കതിർ മണ്ഡപത്തില് ഗാഥമോൾക്ക് പകരം കേറേണ്ടത് നീയാ. നവീൻ നിന്റെ കഴുത്തിലായിരിക്കും താലി കെട്ടുന്നത്. നവീൻ നിന്റെ കഴുത്തിൽ താലി കെട്ടി കഴിഞ്ഞാൽ കതിർ മണ്ഡപത്തിൽ നിന്ന് കളരിക്കിലേക്ക് പോകുന്നത് ഗാഥമോളായിരിക്കും. അതോടെ നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, നീ സ്വതന്ത്രയായി. മാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട ഇതൊക്കെ മാം അഭിനയിക്കാണെന്ന് പറയേയില്ല. ഇല്ല സിനി, ഇതൊന്നും വേണമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതല്ല. കൃഷ്ണനെ ചേർത്ത് പിടിച്ചപ്പോ എന്റെ മോളെ ചേർത്ത് പിടിച്ച പോലെ എനിക്ക് തോന്നിയത്. സിത്താര പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മോളുടെ ഗർഭകാല ചടങ്ങുകൾ ഉടനെ തുടങ്ങണമെന്നല്ലേ? മാം അതാണ് ഉദ്ദേശിച്ചത്. ആയിരിക്കുമല്ലേ മാം? അതെ. അതൊന്നും അല്ല മേഡം പറയാൻ വന്നത്. എന്നാ പിന്നെ എന്താണെന്ന് നീ പറ. നീ എന്ന് മുതലാ സിത്താരയുടെ നാവിന് പകരം പ്രവർത്തിക്കാൻ തുടങ്ങിയ? ഞാൻ ഉദ്ദേശിച്ചത് ഈ ചടങ്ങിന്റെ കാര്യം തന്നെയാ. അതിനെന്താ സിത്താരെ? സിത്താര ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ചടങ്ങ് നടത്താം. ദൈവം കളരിക്കൽ കുടുംബത്തിന് അനുഗ്രഹിച്ചു തന്ന കുഞ്ഞല്ലേ. ആ കുഞ്ഞിന്റെ ഒരു കാര്യത്തിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വരൂ. എന്താ മൂർത്തി, കാര്യമായിട്ട് എന്തോ ഒരു അന്വേഷണം ഉണ്ടല്ലോ മുഖത്ത്? അത് കാര്യം എന്താണെന്ന് സാറിന് അറിയാലോ. ഇനി എന്നാ കേസിന്റെ ഹിയറിംഗ്? സർ. കേട്ടല്ലോ. ഇതുവരെയുള്ള കാര്യങ്ങളിൽ ശ്രീനിവാസന് നിങ്ങളെക്കുറിച്ചോ സത്യവതിയെക്കുറിച്ചോ യാതൊരു സംശയമില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം കേസ് വളരെ മാന്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിടുന്ന. ഇത്രയും വർഷം ജയിലിൽ കിടന്ന അയാൾക്ക് പെട്ടെന്ന് നീതി കിട്ടില്ലെന്ന് അയാൾക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം കുറച്ചുകൂടെ എളുപ്പമാണെന്നാ. നിങ്ങൾ എനിക്ക് കൃത്യമായിട്ട് പണം എത്തിക്കാറുണ്ട്, കൂടുതൽ വിളിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കാറുമില്ല എന്ന് പറഞ്ഞ പൂർണ്ണമായിട്ട് എന്നെ വിശ്വാസമാണെന്ന്. ആ വിശ്വാസമാണല്ലോ സാർ നമ്മുടെ പിടിവള്ളി. കേസും കൊണ്ട്
പുറത്ത് ഒരിടത്തേക്കും പോവില്ല എന്നുള്ളൊരു ഉറപ്പ് സാറിനുണ്ടായാ മതി. ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കില്ല. ശ്രീനിവാസിന് ശിക്ഷ കിട്ടുന്നവരെ കേസ് ഇതാ ഈ മേശപ്പുറത്ത് തന്നെ ഉണ്ടാവും. സത്യവതിയോട് ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞോളൂ. പറഞ്ഞേക്കാം സാർ. ശ്രീനിവാസന് ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല. അതല്ലേ? അങ്ങനെ തന്നെ നടക്കുമെന്ന് കരുതിക്കോളൂ. രക്ഷപ്പെടുത്തണമെന്ന് സാർ ആഗ്രഹിക്കുന്ന ഒരാൾ രക്ഷപ്പെട്ടിരിക്കും. ഇനിയിപ്പോ അത് വേണ്ട, അകത്ത് കിടക്കട്ടെ എന്ന് തന്നെ സാർ തീരുമാനിച്ച ആ വഴിക്ക് മാത്രമേ ജഡ്ജിയുടെ പേന ചലിക്കൂ. താങ്ക് യു സർ. അടുത്ത തവണ വരുമ്പോ ഞാൻ സത്യവതി മാഡത്തിനെയും കൂടെ കൂട്ടിക്കോളാം. വന്നോട്ടെ, അതിന് വിരോധമൊന്നുമില്ല. കേസിന്റെ കാര്യം ഓർപ്പിക്കാനാണെങ്കിൽ അതിന് വരണമെന്നുമില്ല. കാരണം ഞാനിത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നേ. പുഴയോരം വീട്ടിലേക്ക് ശ്രീനിവാസിന് ഇനിയൊരു മടക്കമില്ല. അയാളുടെ ആയുസ് ഒടുങ്ങുന്നത് ജയിലിനുള്ളിൽ വെച്ച് തന്നെ ആയിരിക്കും. മാം, എന്തു പറ്റി മാം? ആദ്യമായിട്ടാ എന്റെ സ്വന്തം വീട്ടിലേക്ക് കയറാനായിട്ട് പേടിയാ വന്നത്. മാം എന്താ ഈ പറയുന്നത്? അതെ സിനി, ഇനി ഞാൻ ഗാതമോളോട് എന്താ പറയാ? ഇപ്പൊ കളരിക്കൽ നടന്ന കാര്യങ്ങൾ അവൾ അറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? അവൾ പിന്നെ ഇവിടെ ഉണ്ടാവോ? എന്റെ മോള് പിന്നെ എന്റെ കൂടെ ഉണ്ടാവോ സിനി? തൽക്കാലം ഗാഥാ മാഡത്തിനോട് ഇതൊന്നും അറിയിക്കാതിരിക്കുന്നത് നല്ലത്. പക്ഷെ ഗാഥാ മാഡത്തോട് പറഞ്ഞു മനസ്സിലാക്കാൻ സിത്താര മാമിന് മാത്രമേ പറ്റൂ. ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അവൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടാൻ പോകുന്നൊരു നിമിഷം, അത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള നിമിഷമാണ്. സിതാര ശ്രീനിവാസ് മകൾക്ക് ഇഷ്ടപ്പെട്ട വിവാഹമൊക്കെ നടത്തി കൊടുത്തു. അതൊക്കെ വല്ല നേട്ടമായിട്ട് കരുതി. പക്ഷെ അത് ഇന്ന് ആഘോഷിക്കുന്നത് എന്റെ ശത്രുവായിട്ടുള്ള തങ്കം, അവളുടെ മകള്. What a fate. അല്ല മാം, കൃഷ്ണയെ നവീനോടൊപ്പം അയക്കുമ്പോ ഇനി ഗാഥാ മാഡം അങ്ങോട്ട് ചെല്ലില്ല, സിത്താര മാം അവരെ ബുദ്ധിമുട്ടിക്കില്ല എന്നൊക്കെയല്ലേ കൃഷ്ണയുടെ അമ്മയോട് പറഞ്ഞത്? തങ്കങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടപ്പോ ഞാനത് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷെ നവീനെ പിരിയാൻ എനിക്ക് ഗാതമോളുടെ അടുത്ത് പറയാൻ പറ്റുമോ?